അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തെ ആ രീതിയിൽ ക്രമീകരിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആദരിച്ചത്, എന്തുകൊണ്ടാണ് അത്രമേൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആദരിക്കപ്പെട്ടത് എന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അൽഹംദുലില്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം വളരെ പരീക്ഷണം നിറഞ്ഞ ഘട്ടമായിരുന്നു പ്രബോധന വീതിയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. നമ്മൾ പറഞ്ഞു, ഒരു ഉമ്മത്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ വ്യക്തി. ആദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രബോധനവുമായി ദഅവത്തുമായി പോയത് തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്കാണ്. ആസർ എന്ന് പറയുന്ന തൻ്റെ ബാപ്പയുടെ അടുക്കലേക്കാണ് ആദ്യം ദഅവത്തുമായി, ഏകദൈവ വിശ്വാസത്തിൻ്റെ സന്ദേശവുമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്നത്. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി, പൊന്നു വാപ്പ, നിങ്ങൾക്ക് എത്താത്ത ഒരു അറിവ് എനിക്ക് എത്തിയിട്ടുണ്ട് എന്ന് തുടങ്ങി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട്, വാപ്പയോട് ദഅവത്ത്, പ്രബോധനം ആരംഭിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പ, പൊന്നു വാപ്പ എന്നാണ് വിളിക്കുന്നത്, പ്രിയപ്പെട്ട വാപ്പ. യാ അബത്തി, തൻ്റെ ഏകദൈവ വിശ്വാസത്തെ മുക്തകണ്ഠം എതിർക്കുന്ന വാപ്പയെ ദുനിയാവിൽ വാപ്പയോട് കാണിക്കേണ്ട എല്ലാ മര്യാദയും കാണിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പയോട് ദഅവത്ത് ചെയ്യുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഒന്നും കാണുകയും കേൾക്കുകയും നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ എന്തിനാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ആസറിൻ്റെ പ്രത്യേകത ബിംബം നിർമ്മിക്കുന്ന ആളായിരുന്നു. അഥവാ ആരാധിക്കപ്പെടുന്നതിന് മുമ്പ് കേവലം കല്ലും മരക്കഷ്ണവുമായിരുന്ന അതിനെ പിന്നീട് രൂപമായി അതിനെന്ത് ചെയ്യുന്നു? ബിംബമാക്കി മാറ്റുന്നു. ശേഷം ആരാണോ അതിനെ പണിതത് അയാൾ തന്നെ അതിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവെ അത്രമേൽ ധിക്കരിക്കുന്ന, ശിർക്ക് കൊണ്ടു നടന്ന വ്യക്തിയായിരുന്നു ആസർ. അങ്ങനെ വാപ്പയോട് നല്ല രൂപത്തിൽ ദഅവത്ത് ചെയ്തു. വാപ്പ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമ്പോൾ പോലും വാപ്പയോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് സലാമുൻ അലൈക്ക്, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോരുന്നത്. ഞങ്ങൾ ആരാധിക്കുന്നതിനെ, ഞങ്ങളുടെ പിൻതലമുറക്കാർ ആരാധിച്ചിരുന്നതിനെ എതിർക്കുകയാണോ, അതിൽ നിന്ന് ഞങ്ങൾ പിന്മാറണമെന്നാണോ ഇബ്രാഹിം നീ ആഗ്രഹിക്കുന്നത്? അതായിരുന്നു ചോദ്യം. അല്ലെ, നമ്മൾ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞപ്പോഴും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞപ്പോഴും അവരൊക്കെ ഏകദൈവ വിശ്വാസത്തിലേക്ക് വരാതിരിക്കാൻ പറഞ്ഞ ന്യായം, ഞങ്ങളുടെ വാപ്പയും പിതാക്കന്മാരും വല്യാപ്പമാരും ഒക്കെ ആരാധിച്ചതിൽ നിന്ന് പിന്തിരിയണമെന്നാണോ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്? അതേ കാര്യമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവും അദ്ദേഹത്തോട് പറഞ്ഞത്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്.
നേരെ രണ്ടാമത് പോകുന്നത് തൻ്റെ ജനതയിലേക്കാണ്. ആ ജനതയുടെ പ്രത്യേകത സൂര്യനെയും ചന്ദ്രനും നക്ഷത്രങ്ങളും അടക്കം 7ഓളം ഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവരായിരുന്നു എന്നാണ്. ഹൈക്കലുകൾ നിർമ്മിച്ചിരുന്നു. ഹൈക്കലുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സൂര്യനെയും ചന്ദ്രനെയൊക്കെ ആരാധിക്കാൻ വേണ്ടി അവർ നിർമ്മിച്ച വലിയ വീട് പോലെയുള്ള ആരാധനാ ആലയങ്ങൾക്കായിരുന്നു അവർ ഹൈക്കലുകൾ എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ഹൈക്കലുകൾ നിർമ്മിച്ചിട്ട് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അതിൽ ശകുനം നോക്കിയിരുന്ന ആളുകളായിരുന്നു ആ ജനത. അവരോടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ദഅവത്തിന് പോകുന്നത്. വളരെ ഹിക്മത്തോടുകൂടി യുക്തിഭദ്രമായി അദ്ദേഹം അവരോട് ദഅവത്ത് ചെയ്തു. ചന്ദ്രനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാണ് എൻ്റെ രക്ഷിതാവ്. ജനതയോട് പറഞ്ഞു, ഇതാണ് എൻ്റെ റബ്ബ്. എന്നാൽ പകലായപ്പോൾ ചന്ദ്രൻ മാഞ്ഞു. ഇന്നഹ അഫലത്ത്, അത് മാഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, മാഞ്ഞു പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ആരാധിക്കുന്ന ചന്ദ്രനെ പകലാവുമ്പോൾ കാണുന്നില്ല, മാഞ്ഞു പോകുന്നതാണോ നിങ്ങളുടെ ദൈവം? പിന്നീട് ചന്ദ്രനെ നോക്കി, നക്ഷത്രങ്ങളെ നോക്കി ഇതേപോലെ പറഞ്ഞു. പകലായപ്പോൾ സൂര്യനെ കണ്ടു. ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഏറ്റവും വലിയ ഈ സൂര്യനാണ് എൻ്റെ രക്ഷിതാവ്. വൈകുന്നേരമായപ്പോൾ സൂര്യൻ അസ്തമിച്ചു, സൂര്യനും പോയി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്, എനിക്ക് ഹിദായത്ത് തന്ന റബ്ബ് എത്രയോ അതുല്യൻ. അഥവാ അവരുടെ മുന്നിൽ അവരാരാധിച്ചിരുന്ന, അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളും നിഷ്ഫലമാണ് എന്ന് തെളിയിച്ചു കൊടുക്കണം. ഒന്നും കാണൂല, ഒന്നും കേൾക്കൂല, ഉപകാരം ചെയ്യാൻ 24 മണിക്കൂർ പോലും നിങ്ങളുടെ കൺമുന്നിൽ നിൽക്കാൻ കഴിയാത്ത ആ സൃഷ്ടികളെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? വലിയ പാഠം പ്രിയമുള്ളവരെ അതിൽ നമ്മൾക്കുണ്ട്. വലിയ പാഠം ആ ഒരൊറ്റ സംഭവത്തിൽ നമ്മൾക്കുണ്ട്. അങ്ങനെ വീണ്ടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഭയങ്കരമായ പ്രബോധനം, ഒറ്റയ്ക്ക് അദ്ദേഹം പ്രബോധനം ചെയ്യാണ്. അവരുടെ ഒരു ആഘോഷത്തിൻ്റെ ദിവസത്തിൽ, അവരാരും ഇല്ലാത്ത സമയത്ത് അവരുടെ ആരാധനാലയത്തിൽ കയറി അവിടെയുള്ള എല്ലാ ബിംബങ്ങളെയും എന്ത് ചെയ്തു? തകർത്തു. എന്നിട്ട് വലിയ ഒരു ബിംബത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? വാള് കൊളുത്തിയിട്ടു. വാളെന്നും അതല്ല, ചുറ്റുക എന്നും അഭിപ്രായമുണ്ട്. അങ്ങനെ അവർ വന്നു നോക്കുമ്പോൾ അതൊക്കെ തകർക്കപ്പെട്ട് കിടക്കുന്നു. ഇബ്രാഹിം ആയിരിക്കും ചെയ്തത്, വിളിച്ചു കൊണ്ടുവാ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു. പറഞ്ഞ മറുപടി, ഞാനല്ല, അതാ അവിടെയുള്ള വലിയ ആളല്ലേ. അദ്ദേഹത്തോട് ചോദിക്കുക, ഏത്? ആ വിഗ്രഹത്തെ. അവർ ചോദിച്ചു, നീ ഞങ്ങളെ കളിയാക്കുകയാണോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ രംഗത്തും ഇടപെടൽ പ്രബോധന വീതിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾക്ക് ഉപകാരമോ നാട്ടിവെച്ചതോ കിടത്തിവെച്ചതോ എന്തോ ആവട്ടെ, നമ്മൾക്കത് യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുക? നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എങ്ങനെയാണ് ഇവകൾ അള്ളാഹുവിനോട് നമ്മൾക്ക് വേണ്ടി പറയുക? അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സമർത്ഥിച്ചത്. മൂന്നാമത് വീണ്ടും മലിക്ക് വിളിക്കുകയാണ്, രാജാവ് നമ്രൂദ്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കാൻ, തെളിവ് കൊണ്ടുവരാൻ. അവരുടെ മുമ്പിൽ തെളിവില്ല. വലിയ തീക്കുണ്ടാരം ഒരുക്കി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കാത്തിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീക്കുണ്ടാരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നൊരു പ്രഖ്യാപനം, അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി നമ്മൾ ഉയർത്തി കാണിക്കേണ്ട പ്രഖ്യാപനം. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. കത്തിയാളുന്ന തീക്കുണ്ടാരത്തിൻ്റെ മുമ്പിൽ പോലും എന്നെ സഹായിക്കുന്ന ഒരു ഔലിയാക്കളെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വിളിച്ചിട്ടില്ല. ആപൽഘട്ടാണ്, പ്രയാസഘട്ടാണ്. ആ സമയത്ത് പോലും തൊട്ടു മുമ്പ് ജീവിച്ചു പോയ സ്വാലിഹ് നബിയെയോ ഹൂദ് നബിയെയോ നൂഹ് നബിയെയോ ആദ്യ പ്രവാചകൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. എനിക്ക് എൻ്റെ റബ്ബ് മതി. വ നിഅമൽ വക്കീൽ, എനിക്ക് ഭരമേൽപ്പിക്കാൻ അവൻ എത്രയോ ഉന്നതനാണ്. ആ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. നമുക്കറിയാം ചരിത്രം, പിന്നീട് എന്താ സംഭവിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് ചരിത്രം. തൗഹീദിൻ്റെ മുമ്പിൽ, ആദർശത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു അണുകിട അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവരുത്. എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന വിശ്വാസം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റയ്ക്ക് പോരാടിയത്. എനിക്ക് എൻ്റെ റബ്ബുണ്ട്. പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ, പരീക്ഷണങ്ങളിൽ എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബുണ്ട്.
ആ വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ ഊർന്നിറങ്ങിയാൽ പ്രിയമുള്ളവരെ ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവിടെ നിന്ന് നമ്മൾ തെറ്റിപ്പോകുമ്പോഴാണ് പേടി വരിക. ആ ജനത ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, എന്ത്, നീ ഇതിൽ നിന്ന് മാറിയില്ലെങ്കിൽ, ഞങ്ങളുടെ ആരാധ്യന്മാരെ കുറ്റം പറയുന്നത് നീ നിർത്തിയില്ലെങ്കിൽ, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ നിന്നെ ഉപദ്രവിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് അല്ലാതെ വേറെ ആരെയും പേടിയില്ല, എനിക്ക് അല്ലാതെ വേറെ ആരെയും പേടിയില്ല. ആ പ്രഖ്യാപനം പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് റബ്ബിനെ അല്ലാതെ വേറെ ഒരു മഖ്ലൂക്കിനെയും ഞാൻ പേടിക്കൂല എന്ന വിശ്വാസമാണ്. അല്ലേ? ഷെറു തട്ടോ, കണ്ണീർ അയാളുടെ ശകുനം തട്ടോ എന്ന പേടി, അതാണ്. ആ പേടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്തിരിപ്പിക്കാൻ അവസാനമായി അവർ മുന്നിൽ വെച്ചത്. ഞങ്ങൾ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്ന വസ്തുക്കൾ, അവരുടെ ശകുനം, അവരുടെ ശാപം നിന്നിൽ ഏൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉറച്ചു പ്രഖ്യാപിച്ചു, എനിക്കാരെയും പേടിയില്ല. മുഅ്മിനുകൾ അല്ലാഹുവെ അല്ലാതെ പേടിക്കുകയില്ല. അവർക്ക് മുമ്പിലൊന്നും പറയാനില്ല. പ്രിയമുള്ളവരെ, നമ്മൾക്ക് വലിയ പാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെ മുഴുവനും നിയോഗിച്ചയച്ചത് എന്തിനാണ്? ഈ തൗഹീദ് സ്ഥാപിക്കാനാണ്, ഈ ഏകദൈവ വിശ്വാസം സ്ഥാപിക്കാനാണ്. ആ വിശ്വാസം ജീവിതത്തിലുള്ളവനെ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷയുള്ളൂ എന്നതാണ് അവിടെയും നമ്മൾ കണ്ടത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലെ മുഴുവനും ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. കത്തിയാളെന്ന തീക്കുണ്ടാരത്തിൽ കത്താതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത്. അവിടെയാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയ പാഠം. തൗഹീദുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. തൗഹീദിലെ ഉള്ളിലെ പേടി മാറൂല. തൗഹീദ് നമ്മുടെ ഉള്ളിൽ കൃത്യമായി തൗഹീദില്ലെങ്കിൽ നമുക്ക് എപ്പോഴും പേടിയായിരിക്കും. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പേടിയായിരിക്കും, ഒരു തീരുമാനം എടുക്കാൻ പേടിയായിരിക്കും, ഒരാളുടെ കൂടെ പോകാൻ പേടിയായിരിക്കും, ഒക്കെ പേടിയായിരിക്കും. എന്ത് ചെയ്യാൻ പേടിയായിരിക്കും? ഒരാളുടെ അടുത്തേക്ക് പോകാൻ ഇന്ന ആളുടെ കൂടെ കൂട്ടുകൂടാൻ പേടിയായിരിക്കും. എന്താ കാരണം? അത് ഇന്ന പ്രശ്നം ഉണ്ടാവോ, 100,000 നൂലാമാല നമ്മുടെ മുമ്പിലുണ്ടാവും. എന്നാലോ അല്ലാഹനെ മാത്രം വിശ്വസിച്ചാലോ ഒരു പേടിയില്ല. ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, തീരുമാനിച്ചോ, റബ്ബിൽ തവക്കുലാക്കിയാൽ, പ്രയാസം ഉണ്ടായാൽ അൽഹംദുലില്ലാ, അത് വിജയിച്ചാൽ അഷ്കുറുല്ലാഹ്. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ നാഡി എന്ന് പറയുന്നത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധന മേഖലയിൽ ഒറ്റക്കിറങ്ങിയെങ്കിൽ അത് നമ്മൾക്കുള്ള പാഠമാണ്. അള്ളാഹിൻ്റെ ദീന് ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്കൊരു മടിയും വേണ്ട, ഒരു ബുദ്ധിമുട്ടും വേണ്ട. രണ്ടാമത്, അത് ആളുകളുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ യാതൊരു കുറച്ചിലും, അല്ലേ? എനിക്ക് ബോധ്യപ്പെട്ടു സത്യം, പക്ഷെ പറയാൻ കുടുംബക്കാരോട് പറയാൻ പേടി, നാട്ടുകാരുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ പേടി, കൂട്ടുകാരുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ പേടി. ആ പേടി വേണ്ട. കാരണം എന്താ? നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് അയച്ച ശരിയായ തൗഹീദാണ്. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടോ? ആ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ? ആ ഭയമില്ലായ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിച്ചു നിർത്തും. ഇനി പ്രയാസം വന്നാൽ തന്നെ നമുക്ക് മനസ്സിനത് വലിയ സമാധാനം നൽകുന്ന വിശ്വാസമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ശരിയായ വിശ്വാസത്തിൽ ഉറച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ അള്ളാഹുവിലേക്ക് മാത്രം അടുക്കുന്ന, അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കുന്ന, പ്രവാചകന്മാരുടെ പാത പിൻപറ്റുന്ന വിശ്വാസികളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് നമ്മുടെ നാട്ടിലൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടു. വിലിയങ്ങാടിയിൽ ഒരു സ്ലാബ് വീണ് 4 ആളുകൾ മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനികമായ ശക്തി പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. രാവിലെ വീട്ടിൽ നിന്ന് കച്ചവടത്തിന് ഇറങ്ങിയതാണ്. സാധാരണ പോലെ ഗോഡൗണിലേക്ക് സാധനം, ഇന്നലെയും കയറിയ അതേ ഗോഡൗണിലേക്ക് ഇന്നും സാധനം എടുക്കാൻ കയറിയതാണ്. തിരിച്ചു വരുമ്പോൾ അവർ വരുന്നത് മയ്യത്തായിട്ടാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല എന്ന് ദിനം പ്രതി വാർത്തകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? തിരിച്ചറിയുകയാണ്. എപ്പോഴും ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾക്ക് തുറവി പ്രദാനം ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ പുറത്തു നൽകുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.